So tonight I would again want to continue to the study that we were having from First Peter chapter 2. നമ്മൾ ഒന്ന് പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് തന്നെ തുടർമാനമായിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. So the last time we spoke about that towards the end to understand about Jesus, why he died for us, കഴിഞ്ഞ and what is our responsibility to follow up. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം അവസാനമായി ചിന്തിച്ചു നിർത്തിയത് യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി മരിച്ചത്, അതിനുത്തരമായി നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള പ്രതികരണം എന്തായിരിക്കണം. So that is what you should never forget about the truth that Jesus bore our sins and died on the cross. And the thing is that is done for us so that we who are living now, we die to sin and we live for him. അതുകൊണ്ട് ഒരിക്കലും ഈ സത്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത്, അതിൽ നിന്ന് മാറിപ്പോകരുത്. യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് മരിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അതിനോടുള്ള കടപ്പാടായി നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം? നമ്മൾ പാപത്തിൽ മരിച്ച് നാം നീതിക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. So we try to touch upon some of the things that we need to know, that there is no way that we should sin. അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ തൊടുവാൻ തക്കണം ഇടയായി തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണം കൊണ്ടും പാപം ചെയ്യരുത്. So sin is not allowed in our life പാപം നമ്മുടെ ജീവിതത്തിൽ അനുവദനീയമല്ല. because we are died to sin. നമ്മൾ പാപത്തിൽ മരിച്ചിരിക്കുന്നു. So no one can continue in sin ആരും പാപത്തിൽ തുടരുവാൻ പാടില്ല. because Jesus has broken or removed all the power of the Satan and the power of sin that was upon us. യേശു കർത്താവ് പാപത്തിൻ്റെതായ എല്ലാ ശക്തിയെയും നമ്മുടെ മേലുണ്ടായിരുന്ന സാത്താന്റെ എല്ലാ ശക്തിയെയും അധികാരത്തെയും പൂർണ്ണമായി നീക്കി This കളഞ്ഞിരിക്കുന്നു. should be very strong in everybody's mind. ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വളരെ വ്യക്തമായിരിക്കണം. Because somehow, even in Pentecostal circles, people think that okay, we can sin. It's all right. No, it's not all right. ഇന്ന് എങ്ങനെയൊക്കെയോ ബെന്തിക്കോസ് ആ സമൂഹത്തിലും ആളുകൾ ചിന്തിക്കുന്നത് നമുക്ക് പാപം ചെയ്താലും കുഴപ്പമില്ല, പാപം ചെയ്യുവാൻ കഴിയുമെന്ന്. So word of God says very clearly. So we can read that and continue to from where we have left last week. നമ്മൾ ആ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. നമുക്ക് ഈ രാത്രികാലം അത് വായിക്കാം. കഴിഞ്ഞ ആഴ്ചകാലം നമ്മൾ ചിന്തിച്ചു നിർത്തിയെടുത്തിന് തുടർമാനമായിട്ട്. So tonight I would like to go in a very summarized way so that we can close the meeting quickly, so that we can have a farewell for Juliet's sister. So let's everything be done according to the time that we have. So let's quickly touch upon some of the verses. So verse 24 is what we were reading last time. 24-ാം വാക്യമാണ് കഴിഞ്ഞ ആഴ്ചകാലം നമ്മൾ വായിക്കുവാൻ ഇടയായത്. So let's read that. അത് വായിക്കാം. Amen. Yes. Who himself bore our sins in his own body on the tree, that we, having died to sins, might live for righteousness, by whose stripes you were healed. So for all of us to remind once again that the purpose and the reason for Jesus bearing all our sin and dying on the cross, what is the reason? നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമ്മളെ ഓർക്കുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ വ്യക്തമാകാൻ വേണ്ടിയിട്ടും എന്തുകൊണ്ടാണ് യേശു കർത്താവ് പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ മരിക്കുവാൻ ഇടയായി So it തീർന്നത്? is not only for redemption of mankind. മാനവരാശിയുടെ വീണ്ടെടുപ്പ് മാത്രമല്ല, It is not only for our salvation, നമ്മുടെ രക്ഷ മാത്രമല്ല, but to destroy the power of the devil and the power of sin, പാപത്തിൻ്റെതായ എല്ലാ ശക്തിയെയും സാത്താന്റെ എല്ലാ ശക്തിയും നീക്കേണ്ടതിനായി, so that we can live without sin. അത് മുഖാന്തരം മാനവരാശിയെ നമ്മൾ ഓരോരുത്തരും അതിന് മുഖാന്തരം ജീവിക്കുവാൻ So when വേണ്ടി we read that verse once again, ആ വാക്യം പിന്നെയും വായിക്കുമ്പോൾ in Malayalam it says, so that we വായിക്കുക, പാപം സംബന്ധിച്ച് നാം മരിച്ചോ നീതിക്ക്, that we might live for righteousness. So to do this, to die to sin and to live for righteousness. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത്. For that Jesus died on the cross for us. അതിനുവേണ്ടി യേശു കർത്താവ് കാൽവരി So ക്രൂശിൽ that is മരിച്ചു. why we should never forget this. ഈ ഒരു കാര്യം ഒരിക്കലും മറന്നു And പോകരുത്. never anybody should change that from our mind. നമ്മുടെ മനസ്സിൽ നിന്നും ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകരുത്. So Jesus died on the cross. It's a very good thing. It's not only about believing that, but rather to live in that great provision that Jesus gave on the cross. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു ഏറ്റവും നല്ല കാര്യമാണ്. അത് ഒരിക്കലും മറന്നു പോകരുത്. മാത്രമല്ല ആ കാൽവരി ക്രൂശിൽ മരിച്ചത് നമ്മൾ ഓരോരുത്തരും നീതിക്ക് ജീവിക്കേണ്ടത്. So tonight what I want to bring to our mind, ഈ രാത്രികാലം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, so it's not only about dying to sin, പാപത്തിൽ മരിക്കുക മാത്രമല്ല, but rather
also to live for righteousness. നീതിക്ക് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. So last time we said that we are not talking about we are trying to live a good life. It is about dying and living. കഴിഞ്ഞ ആഴ്ചകാലം ചിന്തിച്ചത് എങ്ങനെയെങ്കിലും നമ്മൾക്ക് ജീവിക്കണം എന്നുള്ളതല്ല, മറിച്ച് പാപത്തിൽ മരിച്ച് നീതിക്ക് ജീവിക്കണം. Always we say that we try to live or we will try to do this. എപ്പോഴും നമ്മൾ പറയുന്നത് ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കും, ഇല്ലെങ്കിൽ ഈ കാര്യം ചെയ്യുവാൻ പരിശ്രമിക്കുമെന്ന്. We as Christians always take this advantage of the self pity that oh we tried and we will continue to try. ക്രിസ്ത്യാനിക നമ്മൾ എപ്പോഴും ഒരു സ്വയാനുതാപം നമ്മുടെ ജീവിതത്തിൽ എടുക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ ശ്രമിക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന്. I have been trying for a long time but it's not happening. Okay, I will try once again. ഞാൻ അനേകം നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഇനി ഒരിക്കൽ കൂടി ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു And നോക്കാം. somehow we are so comfortable to keep on trying. ഇതിനെ ഇനി തുടർമാനമായിട്ട് പരിശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു കംഫർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. So we wait for our next 31st December night to say that okay we start all a new beginning. So last year was good, next year I will be more better and will try to be more better. നമ്മളെല്ലാം ഡിസംബർ 31 വേണ്ടി കാത്തിരിക്കും. ദൈവം നല്ലവനായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു, എനിക്ക് എന്റെ ജീവിതം നല്ലവനായി ജീവിക്കാൻ സഹായിച്ചു. ഇനി അടുത്ത വർഷം ദൈവം തരുന്നുവെങ്കിൽ ഇനിയും അധികമായി ഞാൻ കർത്താവിന് വേണ്ടി നല്ലവനായി ജീവിക്കുമെന്ന്. The sad part is we keep on trying. നമ്മുടെ ഏറ്റവും ദുഃഖകരമായ കാര്യം നമ്മൾ തുടർമാനമായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. The problem is it is not about trying, it is about dying to live. അത് പരിശ്രമമല്ല അവിടുത്തെ പ്രോബ്ലം, മറിച്ച് പാപത്തിൽ മരിക്കുക എന്നുള്ളതാണ്. That is why Paul says I die daily. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ഞാൻ ദിവസേന മരിക്കുന്നു. Our death and dying is a daily affair. നമ്മുടെ ആ ദിവസേന മരിക്കുക എന്നുള്ള മരണം എന്നത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം ആവശ്യമായ So let കാര്യമാണ്. this be our motto, I need to die and I need to live. നമ്മുടെ ജീവിതത്തിന്റെ മോട്ടോ ഇതായിരിക്കട്ടെ, ഞാൻ മരിച്ചു ജീവിക്കണം, Dying and living. മരിച്ചുകൊണ്ട് ജീവിക്കണം. Jesus said that if you want to be my disciple, you have to deny yourself, take up the cross and follow me. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ നിങ്ങളെ തന്നെ നിഷേധിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. So unless and until I deny, there is no denial. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ത്യജിക്കാത്തിടത്തോളം കാലം, Unless and until there is no taking up the cross, ആ ക്രൂശ് എടുക്കാത്തിടത്തോളം കാലം there is no path for following. അനുഗമിക്കുവാനുള്ള ഒരു വഴി അവിടെയില്ല. We like to follow, നമ്മൾ എല്ലാവരും അനുഗമിക്കുന്നവൻ but we do ഇഷ്ടപ്പെടുന്നവരാണ്. not want to take the cross. പക്ഷെ നമ്മൾ ആരും ക്രൂശ് എടുക്കുവാൻ We ആഗ്രഹിക്കുന്നില്ല. like to accept Jesus. യേശു കർത്താവിനെ സ്വീകരിക്കുവാൻ നാം തയ്യാറാണ്. We like to look at his life. യേശു കർത്താവിന്റെ ജീവിതം നോക്കുവാൻ നമുക്ക് We ഇഷ്ടമാണ്. are fascinated by the way how he lived. യേശു കർത്താവ് ജീവിച്ചത് നമ്മളെ വളരെ ആകർഷിതമാക്കുന്നു. But how it has become practical in my life. പക്ഷെ എന്റെ പ്രാവർത്തിക ജീവിതത്തിൽ അത് എങ്ങനെയായിരിക്കുന്നു? Do I need to follow him? ഞാൻ യേശു കർത്താവിനെ പിന്തുടരാൻ അനുഗമിക്കണോ? If I need to follow, യേശു കർത്താവിനെ then അനുഗമിക്കണമെങ്കിൽ Jesus said that you have to deny yourself. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിക്കണം, And you have to take up the cross. ആ ക്രൂശ് എടുത്തുകൊണ്ട്. Unless and until we don't do this, ഈ കാര്യം ചെയ്യാത്തിടത്തോളം there കാലം is no discipleship. യേശുവിന്റെ ശിഷ്യനായിരിക്കുവാൻ And കഴിയുകയില്ല. if there is no discipleship, ആ ശിഷ്യത്വം ഇല്ലാത്തിടത്തോളം there കാലം, is no other ship. There is no other friendship or companionship. There is only discipleship. അതല്ലാതെ വേറെ ഫ്രണ്ട്ഷിപ്പോ കമ്പാനിഷിപ്പോ ഒന്നുമില്ല, ശിഷ്യത്വം മാത്രമാണുള്ളത്. Jesus did not give a calling for let's be friends and companions and not a disciple. No, it's not like that. യേശു കർത്താവ് നമ്മൾ കൂട്ടുകാരായിരിക്കുവാൻ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുവാൻ അങ്ങനെയുള്ള വിളിയല്ല നമുക്ക് തന്നിരിക്കുന്നത്. Jesus wanted people to follow him. യേശു കർത്താവ് ആളുകളെ കുറിച്ച് ആഗ്രഹിച്ചവർ കർത്താവിനെ The അനുഗമിക്കണമെന്നാണ്. reason for having only few disciples in the Bible during the ministry of Jesus Christ, യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ കാലത്ത് വളരെ ചുരുക്കം പേര് മാത്രമേ ശിഷ്യന്മാരായി കാണപ്പെട്ടതിന്റെ we കാരണം can see only few numbers of disciples for Jesus Christ. നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവിന് വളരെ ചുരുക്കം ചിലർ മാത്രമേ ശിഷ്യന്മാരായി ഉണ്ടായിരുന്നുള്ളൂ. You can say 12, you can say 70 plus, and then in 1 Corinthians Paul says there were 500 people who witnessed him. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് 12 പേർ, 70 പേർ, പിന്നെയും 1 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ പൗലോസ് അവിടെ പറയുന്നത് 500-ലധികം പേർ സാക്ഷ്യം നിന്ന കാര്യങ്ങളൊക്കെ. It can be still counted, numbered 500 and maybe 670 or 50. Some odd numbers we can see, very few numbers. പക്ഷെ അതൊക്കെയും എണ്ണപ്പെട്ടവരായിരുന്നു, വളരെ ചുരുക്കം പേർ മാത്രമേ കാണുന്നുള്ളൂ. What was the reason? അതിന് കാരണം എന്താണ്? The reason was because the qualification and the call for discipleship was very clear. കാരണം ശിഷ്യത്തിനുള്ള യോഗ്യതയും വിളിയും വളരെ വ്യക്തമായിരുന്നു. Jesus was very clear in his teaching about discipleship. ഈ ശിഷ്യത്തെ കുറിച്ചുള്ള പഠിപ്പിക്കൽ യേശു കർത്താവ് വളരെ So വ്യക്തമായിരുന്നു. that is why tonight we have to see, അതുകൊണ്ടാണ് ഈ രാത്രികാലം നമ്മൾ നോക്കേണ്ടത്, it's not about Jesus the good God and great Savior for us, യേശു but also how we live
for what he has done for us. ആ യേശു കർത്താവ് നല്ലവനായ ഒരു കർത്താവ്, നമ്മുടെ രക്ഷകനായ കർത്താവ്. അത് മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതം നാം എങ്ങനെയാണ് കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടത്. So God is pleased in our life. യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രസാദിച്ചിരിക്കുന്നു. Without holiness, you cannot please God. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. Without faith in God, you cannot please God. വിശ്വാസം കൂടാതെ ആർക്കും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. Unless my life is not a pleasing sacrifice to Him, എന്റെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരാത്തിടത്തോളം കാലം I cannot be a pleasurable for God. ആ ദൈവത്തിന് നമുക്കൊരു സന്തോഷകരമായി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ And that കഴിയുകയില്ല. is why tonight we have to see. അതുകൊണ്ടാണ് ഈ രാത്രി കാലം നമ്മൾ കാണേണ്ടത്. One side we talked about how to live a life without sin, ഒരു സൈഡിൽ നാം ചിന്തിച്ചു എങ്ങനെ പാപം കൂടാതെ നമ്മൾ ജീവിക്കണമെന്ന്. but that alone cannot stand. അത് മാത്രം നിൽക്കുവാൻ കഴിയുകയില്ല. We have to live for righteousness. നമ്മൾ നീതിക്ക് വേണ്ടി ജീവിക്കണം. So when we empty our life with all the unwanted stuffs, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റുമ്പോൾ we need to start to begin a life of righteousness. നമ്മുടെ ജീവിതത്തിൽ നീതിക്ക് വേണ്ടിയുള്ള ജീവിതം തുടങ്ങുവാനുണ്ടാകണം. So when we are no more the people of the world, നമുക്ക് ഈ ലോകത്തുള്ള ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തിടത്തോളം, when we are no more of doing the lust of the world, ഈ ലോകത്തിന്റെ മോഹങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം it cannot be a life which is totally passive. We have to live for righteousness. നമ്മൾ എല്ലാവരും നീതിക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. So we have to exhibit our life, the true fruits of righteousness. ആ നീതിയുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമായി കാണപ്പെടണം. So unless the righteous living is not there, ആ നീതിയായിട്ടുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ കാണാത്തിടത്തോളം കാലം we should be questioning about our real faith and salvation. നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസവും നമ്മുടെ രക്ഷയെയും കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യുന്നവരായിരിക്കണം. So tonight what we are talking about is a living for righteousness. ഈ രാത്രികാലം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നീതിക്ക് വേണ്ടി ജീവിക്കുന്നത്. This righteousness is not about the righteous position that we all have. ഈ നീതിയായുള്ള കാര്യം പറയുന്നത് നമുക്ക് ദൈവത്തിന് മുൻപാകെ നീതിയുടെ സ്ഥാനമല്ല, അതിലല്ല കാര്യം For പറയുന്നത്. example, why I am saying this? ഈ ഒരു കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ്? We are all made righteous because of the righteousness of God. ഈ ദൈവത്തിന്റെ നീതി മുഖാന്തരം നമ്മൾ എല്ലാവരും നീതിമാന്മാരായി തീർന്നു. None of us were righteous. നമ്മൾ ആരും നീതിമാന്മാരല്ലായിരുന്നു. None of us had anything, any value to be righteous. നമ്മളെല്ലാവരും നീതിമാന്മാരായി തീരുവാൻ ഒരു യോഗ്യതയും ഒരു മൂല്യവും We നമുക്കില്ലായിരുന്നു. were all, as the book of Isaiah said, we were all filled with filthy rags. യേശയ്യാവിന്റെ പ്രവചനം പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഫിൽത്തി റാഗ്സ് ആയിരുന്നു. So we were all filled with all unwanted things. നമ്മളെല്ലാവരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിറഞ്ഞവരായിരുന്നു. But God's righteousness was put upon us പക്ഷേ ദൈവത്തിന്റെ നീതി നമ്മുടെ മേലിടുവാൻ തക്കോണമിടയായി because തീർന്നു. we were never ever able to come near God. നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ അടുക്കൽ കടന്നു വരുവാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു. Because the man who fell in sin, കാരണം പാപത്തിൽ വീണ മനുഷ്യൻ, the wrath of God is upon man. ദൈവത്തിന്റെ കോപം അവന്റെ മേലുണ്ടായിരുന്നു. But God loved us, പക്ഷേ ദൈവം നമ്മളെ സ്നേഹിച്ചത് so കൊണ്ട് He sent His Son for us, തന്റെ ഏകജാതനെ പുത്രനെ നമുക്ക് so that വേണ്ടി the അയച്ചു. Son can be the righteousness for us before God. അത് മുഖാന്തരം തന്റെ സ്വന്തം പുത്രൻ നമുക്ക് പകരമായി ദൈവത്തിന് മുൻപാകെ നീതിയായി That തീർന്നു. is why the love of God is upon us. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേലുള്ളത്. Because if we are in Christ, നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ then we do not have any condemnation. നമുക്കൊരു ശിക്ഷാവധിയുമില്ല. We are under the grace of God. നമ്മളെല്ലാവരും കൃപയുടെ കീഴിലായിരിക്കുന്നു. That is the righteous position of all of us. അതാണ് നമുക്ക് നീതിയായിട്ടുള്ള നമ്മുടെ സ്ഥാനം ദൈവത്തിന് മുൻപാകെ. So again to repeat, പിന്നെയും റിപ്പീറ്റ് ചെയ്യുവാൻ വേണ്ടി, when we are initially saved, നമ്മൾ ആ രക്ഷിക്കപ്പെട്ട ആ ഒരു തുടക്കത്തിൽ the righteousness of God is imputed upon us. ആ ദൈവത്തിന്റെ നീതി നമ്മുടെ മേൽ പകരപ്പെടുവാനിടയായി. We are not righteous. നമ്മൾ നീതിമാന്മാരല്ല. Our righteousness does not prove anything. നമ്മുടെ നീതിയായിട്ട് ഒന്നും തെളിയിക്കുന്നില്ല. It അത് is only God's righteousness upon us. ദൈവത്തിന്റെ നീതിയാണ് നമ്മുടെ മേൽ പകർന്നു തന്നത്. We were accepted when we were sinners. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ സ്വീകരിച്ചു. We have to remind ourselves about the great privilege that we have. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ പദവിയെ നാം ഇപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. If you talk about comparison of religion, ആ മതങ്ങളെ കുറിച്ചുള്ള കമ്പാരിസൺ നമ്മൾ പറയുകയാണ്. for us, for people to tell others, മറ്റുള്ളവരോട് പറയുവാൻ വേണ്ടിയിട്ട്, the biggest religions in this world, ഇന്നുള്ള ഈ ലോകത്തുള്ള ഏറ്റവും വലിയ മതം in all this religion, ഈ മതങ്ങളിലൊക്കെ you live before God നിങ്ങൾ ദൈവത്തിന് മുൻപാകെ and ജീവിക്കുക. you are at the mercy of God to be accepted. ആ ദൈവത്തിന്റെ കരുണ മുഖാന്തരം നിങ്ങൾ സ്വീകരിക്കപ്പെടുവാൻ ഗുണമിടയായി തീരും. If your good works outweigh your bad works, then you will be accepted by God. നിങ്ങളുടെ നല്ല പ്രവർത്തികൾ ചീത്ത പ്രവർത്തികൾ അധികമാണെങ്കിൽ ദൈവം നിങ്ങളെ സ്വീകരിക്കുവാനിടയായി. So if your good living over or is superseding other things, maybe you will be accepted. നിങ്ങളുടെ നല്ല ജീവിതം ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും കവിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ നിങ്ങളെ സ്വീകരിക്കുവാനിടയായി That is, തീരും. you live your whole life അതിന്റെ അർത്ഥം നിങ്ങൾ മുഴുവൻ ജീവിതവും
and finally you at the mercy of that God that they believe, ഏറ്റവും അവസാനം അവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കരുണയുടെ ആധിക്യം whether മുഖാന്തരം you will be accepted or not. നിങ്ങൾ സ്വീകരിക്കുകയോ ഇല്ലയോ മറ്റോ But തീരുമാനിക്കുവാനിടയായി what തീരും. is the difference of the true Christianity? പക്ഷേ സത്യ ക്രിസ്ത്യാനിത്വത്തിന്റെ യഥാർത്ഥമായ ഡിഫറൻസ് എന്താണ്? That is why Christianity is not a religion. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന ഒരു മതമല്ല. The reason is അതിന്റെ കാരണം എന്ന് we പറയുന്നത് are accepted first, not at the last. നമ്മളെ ആദ്യം തന്നെ സ്വീകരിക്കുന്ന അവസാനമല്ല. When we are not righteous, നമ്മൾ when നീതിമാന്മാരല്ലായിരിക്കുമ്പോൾ, we are purely total utter sinners, നമ്മൾ ഏറ്റവും വെറുപ്പുള്ള പാപികളായിരിക്കുമ്പോൾ തന്നെ that time God accepts us. ദൈവം നമ്മളെ ആ സമയത്ത് He സ്വീകരിച്ചു. accepted us fully. നമ്മളെ മുഴുവനുമായി സ്വീകരിച്ചു. So that is the difference. അതാണ് വ്യത്യാസം എന്ന് It is a പറയുന്നത്. relationship. അത് ഒരു ബന്ധമാണ്. So that is what we have to understand, the great privilege that we have. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കുള്ള ഈ വലിയ പദവി എന്താണ്? That we were accepted when we were sinners. നമ്മൾ പാപികളായിരിക്കുമ്പോൾ ദൈവം നമ്മളെ We സ്വീകരിക്കുവാൻ were accepted when we were not worthy of any righteousness. നീതിമാന്മാരായി തീരുവാൻ ഒരു യോഗ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്വീകരിച്ചു. So God put His righteousness upon us. ദൈവം തന്റെ നീതി നമ്മുടെ മേലാക്കി തന്നു. So that is a great privilege. അതാണ് നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യം. But now what is talking about? പക്ഷെ ഇപ്പോൾ എന്താണ് സംസാരിക്കുന്നത്? Here Peter is talking about, the word of God says, not about the position of our ഇവിടെ പത്രോസ് righteousness. പറയുന്നത് ദൈവത്തിന് മുൻപാകെയുള്ള ആ നീതിയുടെ സ്ഥാനമല്ല. It's not about the righteousness of God that is imputed upon us. നമ്മുടെ മേൽ ആക്കി തന്ന ആ നീതിയായിട്ടുള്ള ആ കാര്യമല്ല. This is about our righteous living. ഇത് നീതിക്കായിട്ടുള്ള ജീവിതത്തെ കുറിച്ചാണ്. So we dying to sin നമ്മൾ പാപത്തിൽ മരിച്ച് and live for righteousness. നീതിക്കായി ജീവിക്കുവാൻ, Do the things that is right before God. ദൈവത്തിന് മുൻപാകെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, Walk humbly before God. ദൈവത്തിന് മുൻപാകെ താഴ്മയോടെ നടക്കുക, Do justice before God. ദൈവത്തിന് മുൻപാകെ നീതിയോടെ നടക്കുക, Do the things that are right before God. ദൈവത്തിന് മുൻപാകുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. All that we do should be acceptable before നമ്മൾ God. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന് മുൻപാകെ സ്വീകരിക്കുവാൻ Like ഇടയാകണം. Romans says that our renewing of our mind, റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു നമ്മുടെ മനസ്സ് പുതുക്കണമെന്ന്. not conforming to the image of this world or the things of this world, ഈ ലോകത്തിന് അനുരൂപരാകാതെ and doing things which are pleasing and acceptable to God. ദൈവത്തിന് മുൻപാകെ ദൈവത്തിന് സ്വീകാര്യമായ So we പ്രസാദകരമായ കാര്യം offer ചെയ്യുക. ourselves as a living sacrifice, നമ്മളെ തന്നെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുക. holy and acceptable to God. വിശുദ്ധമായ ദൈവത്തിന് യാഗമായി So how സമർപ്പിക്കുക. that is done is by renewing our mind. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ Our old man, our old self is gone, നമ്മുടെ പഴയ മനുഷ്യൻ, നമ്മുടെ പഴയ സ്വഭാവം മാറിപ്പോയി. and we live a new life. ഇപ്പോൾ ഒരു പുതിയ ജീവിതമാണ് And ജീവിക്കുന്നത്. Romans 6 says that we have been died with Christ. റോമർക്കെതിരെ അങ്ങനെ മാറാൻ പറയുന്നത് നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. And the same power that resurrected Jesus Christ, യേശു കർത്താവിന്റെ മരണത്തിൽ നിന്ന് ഉറപ്പിച്ച അതേ ശക്തി തന്നെ we also are resurrected, and we are resurrected to a new living. നമ്മൾ അതേ പുനരുദ്ധാന ശക്തി തന്നെ നമ്മളെ ഉറപ്പിച്ച് ഒരു പുതിയ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ So നമ്മളെ that ഇടയാക്കുന്നു. we walk in newness of life. അവിടെ നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു. Our walk and living is very important. നമ്മുടെ നടപ്പും നമ്മുടെ ജീവിതവും വളരെ പ്രധാനമുള്ളതാണ്. So it is not a theory to just remember and follow. നമ്മൾ ഓർക്കുവാനും നമ്മളെ പിന്തുടരുവാനും ഒരു തീരെയായിട്ടുള്ള കാര്യമല്ല. It is what has to be exhibited and coming out of our life. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രകടമായി നമ്മുടെ ജീവിതത്തിലൂടെ കാണപ്പെടേണ്ട വിഷയമാണ്. Tonight we will be talking about this. ഈ രാത്രികാലം അതിനെക്കുറിച്ചാണ് സംസാരിക്കുവാൻ What പോകുന്നത്. is that to live for righteousness? എന്താണ് നീതിക്കായി ജീവിക്കുക എന്ന് പറയുന്നത്? It is not only thinking that God's righteousness is upon us, ദൈവത്തിന്റെ നീതി നമ്മുടെ മേൽ ഉണ്ടെന്ന് ചിന്തിക്കുന്നത് മാത്രമല്ല, but my daily walk and action should be righteous before God. നമ്മുടെ ഓരോ ദിവസമുള്ള നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ നടപ്പെല്ലാം ദൈവത്തിന് മുൻപാകെ The നീതിയായിരിക്കണം. simple definition is that do what is right before God. ഏറ്റവും ലളിതമായുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദൈവത്തിന് മുൻപാകെ നേരായിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. Not what you think is right. നമ്മൾ ചിന്തിക്കുന്ന കാര്യമല്ല ശരി. We are not the people who judge what is right. നമ്മൾ ഏതാണോ ശരിയെന്ന് നമ്മളല്ല അതിനെ വിധിക്കുന്നത്. What is right before God and what God terms as right. ദൈവത്തിന് മുൻപാകെ ഏതാണോ ശരി, ദൈവം എന്തിനെയാണോ ശരി എന്ന് പറയുന്നത്. So that is where people often think that what is this righteous living? അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് എന്താണ് ഈ നീതിക്കായി ജീവിക്കുക എന്ന് We പറയുന്നത്. can take an example of a person we can see in the Bible, Noah. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം നമുക്ക് ചിന്തിക്കാം. നോഹ. So Noah, we can take Genesis chapter 6 verse 9 or 7, we can read that. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നമുക്ക് Because വായിക്കാം. there it is a very clear statement written about Noah. അവിടെ നോഹയെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു പ്രസ്താവന പറയുന്നുണ്ട്. So Noah was a just man, perfect in his generation. Noah walked with God. So Noah നീതിമാനും
തന്റെ തലമുറയില് നിഷ്കളങ്കും നോവ ദൈവത്തോട് കൂടി നടന്നു. So 3 things it is written. അവിടെ Number 1, so read that in English, we can read again. So he was a just man, he was a righteous man. അവിടെ 3 കാര്യങ്ങൾ പറയുന്നു. നോഹ നീതിമാനായ ഒരു He മനുഷ്യനായിരുന്നു. was a righteous man, നോഹ നീതിമാനായ and മനുഷ്യനായിരുന്നു. in his generation തന്റെ തലമുറയിൽ he was found what? Perfect or blameless. തന്റെ ഒരു കുറ്റമില്ലാത്തവനായി നിഷ്കളങ്കനായി കാണപ്പെട്ടു. Today children talked about Daniel. ഇന്ന് കുഞ്ഞുങ്ങൾ ദാനിയേലിനെ കുറിച്ച് സംസാരിച്ചു. Daniel during his time, ദാനിയേൽ തന്റെ ആ സമയത്ത് തന്റെ ആ കാലഘട്ടത്തിൽ the same world, we can see the same pompous, prosperous world at that time. During that time, Daniel had a perfect life before others. അന്നും ഈ ലോകത്തിൽ നോക്കിയാണെങ്കിൽ അഭിവൃദ്ധി നിറഞ്ഞ ഈ ലോകത്തിൽ ദാനിയേൽ ദൈവത്തിന് മുൻപാകെ നീതിയോടെ നടന്നു. They could not find any fault in him. തന്നിൽ യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. He was so much influential through his life. തന്റെ ജീവിതത്തിലൂടെ താൻ അനേകരെ സ്വാധീനിക്കുന്നവനായിരുന്നു. Even the pagan kings was praising the God of Daniel through the life of Daniel. ആ ജാതീയമായ രാജാക്കന്മാർ പോലും ദാനിയേലിന്റെ ജീവിതം മുഖാന്തരം ജീവനുള്ള ദൈവത്തെ പ്രകീർത്തിക്കുവാൻ ഇടയായി So തീർന്നു. here we can see 2 distinct things from the life of Noah. നോഹയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ 2 കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നു. One is how he lived his life. ഒന്ന് എങ്ങനെയാണ് തന്റെ ജീവിതത്തെ താൻ ജീവിച്ചത്. The second part is രണ്ടാമത്തെ പാട്ട് എന്ന് പറയുന്നത് how he walked before God. ദൈവത്തിന് മുൻപാകെ താൻ എങ്ങനെയാണ് So നടന്നത്. there are 2 distinct things written about him. 2 വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ One പറയുന്നുണ്ട്. is that he was a just a man and a perfect man in his generation. തന്റെ തലമുറയിൽ അവൻ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. And then it says രണ്ടാമത്തെ കാര്യം പറയുന്നത് he, നോഹ ദൈവത്തോടുകൂടെ നടന്നു. Noah walked with whom? Noah walked with God. നോഹ ദൈവത്തോടുകൂടെ നടന്നു. So he had a relation with whom? നോഹയ്ക്ക് ആരുമായിട്ടായിരുന്നു കൂട്ടായ്മ ഉണ്ടായിരുന്നത്. So if you talk in today's language, ഇന്നത്തെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ who was Noah's best friend? ആരായിരുന്നു നോഹയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്? God. ഗോഡ്, ദൈവമായിരുന്നു. To whom did he please his life? ആരിലാണ് തന്റെ ജീവിതം പ്രസാദിപ്പിച്ചത്? God. ദൈവത്തിലാണ്. With whom did he walk? ആരുടെ കൂടെയാണ് നടന്നത്? He walked with God. ദൈവത്തോടു കൂടെയാണ് നടന്നത്. Who was his precious person? ഏറ്റവും വിലപ്പെട്ട വ്യക്തി തന്റെ ജീവിതത്തിൽ ആരായിരുന്നു? It was God. ദൈവമായിരുന്നു. Whom did he love most? ആരാണ് ഏറ്റവും അധികം സ്നേഹിച്ചത്? He loved God. ദൈവത്തെയാണ് അവൻ സ്നേഹിച്ചത്. Relationship with God. ദൈവമായിട്ടുള്ള ആ ബന്ധം. This is to understand the righteous living. ഇതാണ് ആ നീതിയായിട്ടുള്ള ജീവിതം. So when we talk about I should live a righteous life, ഞാൻ ഒരു നീതിയായിട്ടുള്ള ജീവിതം ജീവിക്കണമെന്ന് what പറയുമ്പോൾ does it mean? അതുകൊണ്ട് എന്താണ് I അർത്ഥമാക്കുന്നത്? need to live a righteous and perfect. That means blameless, without any fault. I should live. ഒരു നീതിയായിട്ട് നിഷ്കളങ്കനായിട്ട് ഒരു കുറ്റമില്ലാതെ ഒരു ദൈവത്തിന് മുൻപാകെ ജീവിക്കണം. And very important, I need to live a life which is having a very close relationship with God. എന്റെ ജീവിതം കർത്താവ് ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ഒരു And ജീവിതമായിരിക്കണം. this is what Jesus taught. ഇതാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. So when Jesus taught the Sermon on the Mount, Matthew 5, 6, 7, യേശു കർത്താവ് തന്റെ ഗിരിപ്രഭാഷണം മത്തായി സുവിശേഷം 5, 6, 7 when we read all these 3 chapters, ഈ 3 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ all the things that Jesus said, that is called the righteous living. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതാണ് നീതിയായിട്ടുള്ള കാര്യം. We need not go far to study what is to live a righteous living. നീതിയായിട്ടുള്ള ജീവിതത്തെ കുറിച്ച് വേറെങ്ങും അധികം ദൂരെ പോകേണ്ട It is ആവശ്യമില്ല. very clear that Jesus said in his main verses that he talked about blessedness, he said that blessed are those who hunger and thirst for righteousness, for they shall be filled. യേശു കർത്താവ് വളരെ പ്രധാനമായ കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുമ്പോൾ അനുഗ്രഹത്തെക്കുറിച്ച് ഭാഗ്യമേറിയ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. So what does it mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? So blessed are those who hunger and thirst for righteousness. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. Now what does that mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Because earlier he says, blessed are those who mourn, for they shall be comforted. അതിന്റെ മുൻപിലോട്ട് പറയുന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. Those who are poor in spirit, for theirs is the kingdom of heaven. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവർക്കുള്ളത്. So it is about how the people live, their blessedness is being described. എങ്ങനെയാണോ ആളുകൾ ജീവിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. So there it says, those who hunger and thirst for righteousness, നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, for they shall be filled. അവർക്ക് തൃപ്തി വരും. So God fills those
who are having hunger and thirst for righteousness. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരെ ദൈവം തൃപ്തിപ്പെടുത്തുവാനിടയായിത്തീരും. So how are we able to see that whether we are using the provision of the cross? ആ ക്രൂശിന്മേൽ നമുക്കുള്ള ആ പ്രൊവിഷനെ നാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കി കാണുവാൻ How do you കഴിയുന്നത്? say that you are having Christ in your life and you daily take up the cross? എങ്ങനെയാണ് നമുക്ക് പറയുവാൻ കഴിയുന്നത് എന്റെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ട്, ആ ക്രൂശിനെ എടുത്തുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന്? That proof will have only when you know that you have a hunger and thirst for righteousness. അതിനുള്ള തെളിവ് എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ Because the മാത്രമാണ്. portion that we are reading from 1 Peter chapter 2 verse 24, ആ പത്രോസ് എഴുതിയ ലേഖനം 2-ാം 24-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ it talks ഭാഗത്ത് about Jesus bearing our sin upon him on the cross so that we will die to sin and live for righteousness. നാം നീതിക്ക് ജീവിക്കേണ്ടതിനായിട്ട് യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ So കയറുവാനായിട്ട്. for me, a test to see whether I'm really using the provision of the cross, ആ ക്രൂശിന്മേലുള്ള ആ പ്രൊവിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു പരീക്ഷണം for നമ്മുടെ me to ജീവിതത്തിൽ check that whether I'm really taking the cross of Jesus Christ, യേശു കർത്താവിന്റെ ആ ക്രൂശ് എന്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ തെളിവ് എന്ന് the പറയുന്നത്, test is that am I having a real hunger and thirst for righteousness? അതിന്റെ ആ പരീക്ഷണം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ വിശപ്പും ദാഹവും ഉണ്ടോ? How I can be perfect before God? എങ്ങനെ ദൈവത്തിന് മുൻപാകെ എനിക്ക് പെർഫെക്റ്റ് ആകുവാൻ How കഴിയും? I can live blameless before God? ദൈവത്തിന് മുൻപാകെ എങ്ങനെ കുറ്റമില്ലാത്തവനായി ജീവിക്കുവാൻ How കഴിയും? can I walk with a relation with God? ദൈവത്തിന്റെ കൂടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നടക്കുവാൻ കഴിയും? Day by day, that hunger will increase. ഓരോ ദിവസവും ആ വിശപ്പ് നമ്മുടെ ജീവിതത്തിൽ കൂടി വരണം. Day by day, we will know that where the gaps are. എവിടെയാണോ ജീവിതത്തിൽ ഗ്യാപ്പുകൾ ഉള്ളതെന്ന് കാണുവാൻ കഴിയും. Day by day, we know that we are areas where we need to change ourselves. എവിടെയൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകുവാൻ And കഴിയും. then we want to come out of that. അതിലൊക്കെ പുറത്തു കടന്നു വരുവാൻ വേണ്ടി That ആഗ്രഹിക്കും. is our interest in our Christian life. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ള താല്പര്യം എന്ന് If പറയുന്നത്. this is our interest, ഇതാണോ നമ്മുടെ താല്പര്യമെങ്കിൽ it shows our hunger and thirst. അത് നമ്മുടെ വിശപ്പും ദാഹവും It കാണിക്കുന്നു. is not about any religious duties that we want to follow. മതപരമായി നമ്മൾ ചെയ്യേണ്ട യാതൊരു റിലീജിയസ് ആയിട്ടുള്ള കർത്തവ്യങ്ങളും It അല്ല is not പറയുന്നത്. about any tick mark that we want to make. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ടിക്ക് മാർക്ക് ഇടുന്ന കാര്യങ്ങളല്ല. It is about our real thirst and hunger. നമ്മുടെ ജീവിതത്തിലുള്ള യഥാർത്ഥ വിശപ്പും ദാഹവുമാണ്. And God, there are still areas where I need to change. എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ട കാര്യങ്ങൾ, Some areas in my mind which has to change. മനസ്സിൽ കടന്ന ചില കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടതായ Some കാര്യങ്ങൾ, things that I do, I need to change. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ മാറ്റം വരുത്തേണ്ടതായ വിഷയങ്ങൾ, Every day it becomes a thirst and a desire. ഓരോ ദിവസം അതിനു വേണ്ടിയുള്ള ഒരു വിശപ്പും ദാഹവും ഉണ്ടാകും. As we know that we fall in many things, നമുക്കറിയാം അനേകം വിഷയങ്ങൾ നാം വീണു പോകുന്നു. but we are not allowing ourselves to fall repeatedly. പക്ഷേ തുടർമാനമായിട്ട് അതിൽ തന്നെ വീണു പോകുവാൻ നാം അനുവദിക്കുന്നില്ല. We have an hunger and thirst to come out of it. നമുക്ക് അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള വിശപ്പും ദാഹവും Because the word of God says കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് that we have to arm ourselves. നമ്മളെ തന്നെ ധരിക്കുവാൻ തക്കോണം ഇടയാകണം. Because in 1 Peter itself we can see that verse. 1 പത്രോസ് എഴുതിയ ലേഖനത്തിൽ തന്നെ നമുക്ക് ആ വാക്യം കാണുവാൻ കഴിയും. Chapter 4 verse 1. അതിന്റെ 4-ാം 1 1 വാക്യം, and 2 and 3. 4-ന്റെ 1, 2, 3. മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. So this is very clear. Again in 1 Peter chapter 4 verse 1 and 2 makes very clear that all Christians need to live this life without sin. 1 പത്രോസ് 4-ന്റെ 1, 2 വാക്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത് എല്ലാ ക്രിസ്ത്യാനികളും അവരുടെ ജീവിതം പാപമില്ലാതെ ജീവിക്കണം. Because again it brings back to us to about Christ suffering for us on the cross. ഇവിടെയും പിന്നെയും അവിടെ കൊണ്ടുവരുന്നത് കർത്താവ് യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. Therefore, since Christ suffered for us in the flesh, arm yourself also with the same mind. For he who has suffered in the flesh has ceased from sin. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന് ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ഒഴിഞ്ഞിരിക്കുന്നു.
he has ceased from sin, അവൻ പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. so that he should no longer live അത് പിന്നെയും പാപത്തിൽ ജീവിക്കുവാൻ the ഇടയാകരുത്. rest of the life in his flesh, തന്റെ തുടർമാനമായിട്ട് തന്റെ ജഡത്തിലുള്ള ജീവിതം not for the lust of men, ആ മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, but for the will of God. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്. So what is our thirst and hunger for righteousness? നമ്മുടെ ജീവിതത്തിൽ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും എന്താണ്? So it is not that I can do only this much. ഈ ഒരു ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യണം It is മാത്രമല്ല, not that I can do afterwards. പിന്നീട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യവുമല്ല. We have to have an hunger and thirst that God, I need to have the righteous living. ആ കർത്താവെ നീതിക്കായി ജീവിക്കണം ദാഹം എന്നുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ And ഉണ്ടാകണം. that thirst and hunger ആ വിശപ്പും ദാഹവും is the test for us. അത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു And പരീക്ഷയാണ്. how am I using the provision of the cross and the death of Jesus on the cross? ആ കാൽവരി ക്രൂശ് മുഖാന്തരമുള്ള ആ പ്രൊവിഷനും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന്റെ മരണവും നാം എങ്ങനെ When I ഉപയോഗിക്കും? say I am in union with Christ, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് നാം പറയുമ്പോൾ I have also participated in the death of Christ by taking baptism. ആ ജലസ്നാനത്താൽ കർത്താവിനോടുകൂടി ആ ക്രൂശ് മരത്തിൽ ഞാൻ പങ്കാളികളായെന്ന് പറയുമ്പോൾ That just becomes a beginning of our life. അത് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ് ആകുന്നത്. But how is our daily life? പക്ഷെ നമ്മുടെ അനുദിന ജീവിതം എങ്ങനെയാണ്? Are we harming ourselves? നാം നമ്മളെ തന്നെ ആയുധങ്ങൾ ധരിക്കുന്നുണ്ടോ? Are we making sure that we have to cease from sin? പാപം വിട്ടൊഴിയുവാൻ നമ്മളെ തന്നെ ഒരുക്കുന്നുണ്ടോ? This is the test for all of us. ഇതാണ് നമ്മളുടെ ജീവിതത്തിലുള്ള പരീക്ഷ So എന്ന് പറയുന്നത്. Jesus brings it very clearly യേശു കർത്താവ് വളരെ വ്യക്തമായി that കൊണ്ടുവരുന്നത് every Christian believer എല്ലാ ക്രിസ്തീയ വിശ്വാസികളും should follow. ഇത് അനുഗമിക്കണം. Matthew 5, 6, 7. മത്തായി 5, 6, 7. Because in chapter 5 we can see, 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ after he talks about being hunger and thirst for righteousness, നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന കാര്യം പറഞ്ഞിട്ട് Jesus reminds the people പിന്നെ ആൾക്കാരെ യേശു കർത്താവ് that ഓർമ്മിപ്പിക്കുന്നത് unless your righteousness does not exceed the righteousness of the Pharisees. Can you read that verse? നിങ്ങളുടെ നീതി Matthew പരീശന്മാരുടെ chapter 5, I think 16 or 17. Yeah? 20. Okay. Matthew chapter 5, verse 20. For I say to you, who says? Jesus says. Unless your righteousness exceed the So again, I'm reminding the church, do not listen to what the great so-called preachers are saying. Listen to what Jesus is saying. പിന്നെയും ദൈവസഭയെ ഓർമ്മിപ്പിക്കുന്നത് ആ വലിയ പ്രമുഖരായ ആ ദൈവദാസന്മാർ പറയുന്നതെല്ലാം ശ്രദ്ധിക്കേണ്ടത് യേശു കർത്താവ് എന്താണോ പറയുന്നത് അതിനെ ശ്രദ്ധിക്കുക. Because like I reminded last time, കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മിപ്പിച്ചതുപോലെ Satan is trying to do two things. സാത്താൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നു. One is making people disobey completely from the word of God. ഒന്ന് ദൈവവചനത്തിനോട് പൂർണ്ണമായി അനുസരണക്കേട് കാണിക്കുന്നവരായി തീരുക. Second is to make the good people രണ്ടാമത്തെ കാര്യം നല്ല ആളുകളെ കൊണ്ട് to think that they are okay, they can still live a life with what they want to do. അവരെ എങ്ങനെയാണോ അവർ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മുഖാന്തരം അവർ ഓക്കെയാണ്, അതിൽ തന്നെ തുടരുക So എന്ന്. if he makes it possible to put in the mind of any Christian that I can live a life pleasing to myself and doing the things of this world, yet God can forgive me everything. എങ്ങനെയോ ആൾക്കാരുടെ മനസ്സിൽ ഇത് കൊണ്ടുവന്ന് എനിക്ക് പ്രസാദകരമായ ഒരു ജീവിതം ജീവിക്കാം, എനിക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, ദൈവം എന്നോട് കാര്യങ്ങളൊക്കെയും ക്ഷമിച്ചു കൊള്ളുമെന്ന്. If he is succeeding in that, ഇതിൽ തന്നെ തുടരുവാനാണെങ്കിൽ he is achieving what he wants to achieve. തന്റെ ജീവിതത്തിൽ എന്താണോ നേടണമെന്നുള്ളത് So നേടുവാനിടയായി. that is why listen to what the word of God says, അതുകൊണ്ട് ദൈവവചനം എന്താണോ പറയുന്നത് അതിനെ ശ്രദ്ധിക്കുക. not the other theories which are coming in the church. ആ ദൈവസഭയിൽ കടന്നു വരുന്ന മറ്റുള്ള തിയറീസിനെ എല്ലാം നാം So ശ്രദ്ധിക്കേണ്ടത്. listen to this verse now. ഈ വാക്യത്തെ ശ്രദ്ധിക്കുക. ഇപ്പോൾ Jesus says, യേശു കർത്താവ് പറയുന്നു, for I say to you, ഞാൻ നിങ്ങളോട് പറയുന്നു, that unless your righteousness unless your righteousness exceeds the scribes and Pharisees, enough. Wait here. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ. Now what is the righteousness here Jesus is talking about? ഇവിടെ യേശു കർത്താവ് പറയുന്ന നീതി എന്താണ്? The righteous living, not about the righteous position of God. നീതിയായിട്ടുള്ള ജീവിതം ദൈവത്തിന് മുൻപാകെ ആ നീതിയായിട്ടുള്ള സ്ഥാനമല്ല. Because God's righteousness is upon us is the one part that we know of. ദൈവത്തിന്റെ നീതി നമ്മുടെ മേൽ ഉള്ളതാണ്, നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ഭാഗം എന്ന് But പറയുന്നത്. here when he talks about comparison of us with Pharisees and the scribes, ഇവിടെ പരീക്ഷന്മാരോടും ശാസ്ത്രിമാരോടുമുള്ള ആ ജീവിതത്തോട് താരതമ്യപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ പറയുമ്പോൾ it is about the living. ഇവിടെ പറയുന്ന ജീവിതമാണ്. It is about the actions and the acts that they do. നമ്മുടെ അനുദിന ജീവിതത്തിൽ ചെയ്യേണ്ടതായ പ്രവർത്തികളാണ്. So is it very clear? ഇത് വളരെ വ്യക്തമാണോ? Because the scribes and the Pharisees have not yet accepted the righteousness of God. പരീക്ഷ
പരീശന്മാരും ശാസ്ത്രിമാരും ഇതുവരെയും ദൈവത്തിന്റെ അനീതിയെ അവർ സ്വീകരിച്ചിട്ടില്ല. Because Paul says about the Jews പൗലോസ് യഹൂദന്മാരെ കുറിച്ച് പറയുന്നത് that they did not accept the righteousness of God. ദൈവത്തിന്റെ നീതി അവർ സ്വീകരിച്ചില്ല. They did not accept Jesus as the Messiah. യേശു കർത്താവിനെ മശിയായിട്ട് അവർ സ്വീകരിച്ചില്ല. But they had lot of righteous living and righteous acts in their life. അവരുടെ ജീവിതത്തിൽ നീതിയായിട്ടുള്ള ജീവിതവും നീതിയായിട്ടുള്ള പ്രവൃത്തികളും അനേകം ഉണ്ടായിരുന്നു. All their outward deeds were all influenced by what they wanted to do. അവരുടെ പുറമേയുള്ള എല്ലാ പ്രവൃത്തികളും അവർ എന്താണ് ചെയ്യുവാൻ ആഗ്രഹിച്ചത് അതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. They did great things in the name of the name of God. ദൈവത്തിന്റെ പേരിൽ നാമത്തിൽ അനേകം കാര്യങ്ങൾ ചെയ്തു. But Jesus says very clearly, പക്ഷേ യേശു കർത്താവ് വളരെ വ്യക്തമായി I പറയുന്നു, say to you, ഞാൻ നിങ്ങളോട് പറയുന്നു, unless your righteousness നിങ്ങളുടെ നീതി does not exceed, അതിനെ കവിയുന്നില്ല എങ്കിൽ, does not exceed the righteousness of the scribes and Pharisees. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ, Continue. you will by no means enter the kingdom of heaven. നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. Did somebody change the translation sometime? ആരെങ്കിലും ട്രാൻസ്ലേഷൻ മാറ്റിയായിരുന്നു? Because from where people said that you can live anyhow, God will forgive. From where they got this? എവിടെയാണ് You don't have to run everywhere. You don't have to think too much. നിങ്ങൾ Just read Matthew 5, 6, 7. That's it. നിങ്ങൾ അധികം ദൂരെ എവിടെ ഓടിപ്പോകേണ്ട കാര്യമില്ല. നിങ്ങൾ മത്തായി 5, 6, 7 വായിച്ചാൽ മാത്രം മതി. What does it say? അവിടെ എന്താണ് പറയുന്നത്? We have to say this. We have to say this. If you don't say this, other things will creep in. നമ്മൾ ഈ കാര്യം പറയണം. നാം ഇത് പറയുന്നില്ല എങ്കിൽ വേറെ മറ്റുള്ള കാര്യങ്ങൾ നുഴഞ്ഞു വരും. Or do you have any misunderstanding in the language that you are reading? അവിടെ വായിക്കുന്ന ആ വാക്യത്തിന്റെ വേറെ എന്തെങ്കിലും തെറ്റായ ധാരണകളുണ്ടോ? The language that you are reading, do you have any doubt in your language also? നമ്മൾ വായിക്കുന്ന ഭാഷയിൽ നമുക്ക് എന്തെങ്കിലും തെറ്റായ So ധാരണകളുണ്ടോ? do you understand? ഇത് Can you read again? For I Who said? Jesus. Not any Calvinist or any other guys. Okay? For I say to you. ഞാൻ നിങ്ങളോട് പറയുന്നു. That unless your righteousness exceeds What is the meaning of unless? Tell me. Okay. മലയാളത്തിൽ എന്ത് ധരിക്കുന്നത്? കവിയുന്നില്ല എങ്കിൽ, അല്ലല്ല, unless. ഇല്ല എങ്കിൽ, Means till, until and unless this is not done, it means that. ഈ കാര്യം ചെയ്യാത്തിടത്തോളം കാലം അതിന്റെ അർത്ഥം അത് ചെയ്തിട്ടില്ല. So what is that? അതെന്താണ് അർത്ഥമാക്കുന്നത്? Your righteousness. Whose righteousness? നിങ്ങളുടെ നീതി. Who is that? You. ആരാണ് ആ നിങ്ങൾ എന്ന് പറയുന്നത്? Okay, you. I know who are you. Who are you? Read the first verse. First and second verse. Who are you? പുരുഷാരം. Read. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി Mm. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. So who are you? ആരാണ് നമ്മൾ? Not multitudes. Again, don't read very carefully. ഞാൻ വളരെ He was with the multitudes. He went away. He went a little further to the mountain. And then what? Shishanmar. Maybe not only the 12, there may be more disciples. The disciples who wanted to follow Jesus, they came. And to them it was said. യേശു കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ച ശിഷ്യന്മാർ അടുക്ക വന്നപ്പോൾ അവരോട് പറഞ്ഞ കാര്യങ്ങളാണ്. So the disciples who are faithfully wanting to follow Jesus, വളരെ വിശ്വസ്തയോടെ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ച ശിഷ്യന്മാരോട് them പറഞ്ഞു. Jesus saying, for I say to you, അവരോട് യേശു കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, unless your righteousness, നിങ്ങളുടെ നീതി, unless your righteousness, നിങ്ങളുടെ നീതി, which means these are the disciples who wanted and decided and received Jesus to follow him. ഈ ശിഷ്യന്മാർ എന്ന് പറയുന്നത് യേശു കർത്താവിനെ സ്വീകരിച്ച് വിശ്വസ്തയോടെ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ച ശിഷ്യന്മാർ. They want to follow the good things that Jesus is teaching them. യേശു കർത്താവ് അവരെ പഠിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഗമിക്കുവാൻ ആഗ്രഹിച്ച And ശിഷ്യന്മാർ. Jesus is telling them, യേശു കർത്താവ് അവരോട് പറയുന്നത്, unless your righteousness നിങ്ങളുടെ നീതി does not exceed the righteousness of the scribes and Pharisees, ശരീര ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ, you will be by no means you will be by no means by no means, there is no grace there. Don't bring unnecessary wrong theories. There is no grace in there. You will by no means
Who said this? The Malik of the kingdom of heaven. Then who else can push anybody else? Jesus saying that unless your righteousness does not exceed the righteousness of the Pharisees and the scribes, you will by no means enter the kingdom of heaven. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ ഒരു കാരണം കൊണ്ടും നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഇതാരാണ് പറഞ്ഞത്? സ്വർഗത്തിലെ യജമാനനായ യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്. So we are no way to try to find any easy paths. We will be deceived. നമ്മൾ ഒരു കാരണം കൊണ്ടും ഒരു വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗം കണ്ടുപിടിക്കരുത്. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ചതിക്കപ്പെടുവാൻ Let's ഇടയായി. read the word of God. 1 John chapter 3. നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം. Let's read from verse 3 onwards. അതിന്റെ Okay, not 3. We know that verse. Let's go to verse 5 onwards. അതിന്റെ 5-ാം വാക്യം തൊട്ട് 4 വായിക്കാം. and 5. Yeah. 4 Let's start 4 and 5 first. So, okay. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാനാ അവൻ പ്രത്യക്ഷനായെന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. ഇനി now reflect this what we have been studying. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തോട് ചേർത്ത് ഇതിനെ റിഫ്ലക്ട് ചെയ്യുക. Okay, what is saying? ഇവിടെ എന്താണ് Read in പറയുന്നത്? English. Whoever commits sin Whoever commits sin also commits lawlessness. also commits lawlessness, and Sin is lawlessness. sin is lawlessness. And you know that he was manifested And because of sin, Jesus was manifested. to take away our sins, Why? and in him there To is- take away our sins. and- So, and in him there is no sin. and in him there is no sin. So, what does it reflect? ഇതിനെ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? The same thing that Peter is saying. പത്രോസ് പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ. Why was Jesus manifested in flesh and died for on the cross? എന്തുകൊണ്ടാണ് യേശു കർത്താവ് ജനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്, കാൽവരി ക്രൂശിൽ മരിച്ചത്? Why? എന്തുകൊണ്ട്? To take our sins, നമ്മുടെ പാപങ്ങളെ to ചുമക്കുവാൻ, die for us, അത് നമുക്ക് വേണ്ടി മരിക്കുവാൻ, so that അത് മുഖാന്തരം we will not sin. നമ്മൾ പാപം ചെയ്യാതിരിക്കും. Because both the apostles are adding one important factor: he did not sin. അപ്പോസ്തലന്മാർ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ചേർത്ത് പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല. Why? എന്തുകൊണ്ട്? So that you can also live a life without sin. അതുകൊണ്ട് നമ്മളും പാപമില്ലാത്തൊരു ജീവിതം ജീവിക്കുക. So how we have to live? നാം എങ്ങനെയാണ് So ജീവിക്കേണ്ടത്? here it says sin is lawlessness. ഇവിടെ പറയുന്നു പാപം അധർമ്മമാണ്. So those who sin, they commit lawlessness. പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു. But Jesus was manifest for what? പക്ഷെ യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് പ്രത്യക്ഷനായത്? So that we will not be falling into this sin. നമ്മൾ പാപത്തിൽ വീണു പോകാതിരിക്കുവാൻ. And then it says, അതിനുശേഷം പറയുന്നത്, little children. കുഞ്ഞുങ്ങളെ. Let no one deceive you. Okay, read that again. Little children, Little children. Who are these little children? Not small Joshua, Caleb, and Alan. Who are these? All of us, little children. let no one deceive you. Let no one deceive you. He I am repeatedly prompted to say this. I don't know why. I am repeatedly telling this. Because so many things have deceived us. Lot of readings, lot of information has deceived us to feel the feel good factor, even though we are harboring sin in our life. ഇത് തുടർമാനമായിട്ട് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ, അനേകം വായനകൾ, അനേകം തിയറീസ് ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് പാപത്തെ നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. Even harboring that, we are thinking that we are comfortable. ആ പാപത്തെ വെച്ചുകൊണ്ട് നടക്കുന്നതിലും നമ്മൾ ഓർക്കുന്നു നമ്മൾ കംഫർട്ടബിൾ ആണെന്ന്. No, the word of God says, ദൈവത്തിന്റെ വചനം പറയുന്നത്, little children, കുഞ്ഞുങ്ങളെ, do not be deceived. ആരും നിങ്ങളെ തെറ്റിക്കരുത്. he who practices righteousness He who practices righteousness is righteous. is righteous. So, who is the righteous person? It is not about the righteousness of God, the position that we received. ആ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. ആരാണ് നീതിയായ മനുഷ്യൻ? ദൈവത്തിന് മുൻപാകെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതിയായിട്ടുള്ള സ്ഥാനമല്ല ഇവിടെ പറയുന്നത്. Because that is already received. അത് നേരത്തെ തന്നെ നമുക്ക് ലഭിച്ചു But കഴിഞ്ഞു. here it is talking about practicing a righteous living. ഇവിടെ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നീതിയെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. People who are CAs or who are going to be qualified for CA, they are called as practice. They are practicing CA or the practicing accountancy, or lawyers, they say
practicing lawyers. ആ CA പഠിക്കുന്നവർ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ലോയറായിട്ടുള്ളവരൊക്കെയും പഠിക്കുന്നവർ അവരെ കുറിച്ച് പറയുന്നത് അവർ പ്രാക്ടീസിങ് ലോയേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ So what does it mean? പ്രാക്ടീസ് ചെയ്യുന്നു. What അതുകൊണ്ട് does it എന്താണ് mean? അർത്ഥമാക്കുന്നത്? That is practicing. What does it mean? ആ പ്രാക്ടീസിങ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? If he's a practicing intern in a medical institution, what does it mean? ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്റേൺ ആയിട്ട് അവൻ പ്രാക്ടീസ് ചെയ്യുന്നുവെങ്കിൽ They are doing that, they are practicing day in and day out. അവര് അനുദിന ജീവിതത്തിൽ ദിനവും രാത്രവും അതിനെ തന്നെ പ്രാക്ടീസ് The ചെയ്തുകൊണ്ടിരിക്കുകയാണ്. same word is used. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. So who is having a righteous living? ആരാണ് ഒരു നീതിയായിട്ടുള്ള ജീവിതം And who can ജീവിക്കുന്നത്? say that I'm having a righteous living? ആർക്കാണ് നീതിയായിട്ട് ജീവിതം ജീവിക്കുന്നതെന്ന് പറയുവാൻ കഴിയുന്നത്? Those who practice righteous living. നീതി ചെയ്യുന്നവൻ നീതിമാനാകും. He who practices righteousness. നീതി ചെയ്യുന്നവൻ. So it says begins by what? Little children, let no one deceive you. അത് തുടങ്ങുന്നത് കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത് എന്ന് Who പറയും. is a righteous person? ആരാണ് നീതിയായിട്ടുള്ള മനുഷ്യൻ? Those who practice righteousness. നീതി ചെയ്യുന്നവൻ, അതിനെ പ്രാക്ടീസ് ചെയ്യുന്നവൻ, അതാണ്. Read further. Just as he is righteous, Just as he is. he is righteous. അവൻ നീതിമാനായിരിക്കുന്നത് So പോലെ. it is not only about practicing righteousness. നീതി ചെയ്യുന്നത് മാത്രമല്ല, We are practicing to whose standard? നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ആരോടുള്ള സ്റ്റാൻഡേർഡിലാണ്? Standard of Jesus. യേശു കർത്താവിന്റെ ആ സ്റ്റാൻഡേർഡ്. So you cannot be satisfied with a substandard righteous living. ആ നമുക്കൊരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നീതിയായിട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും തൃപ്തിപ്പെടുവാൻ That is കഴിയുകയില്ല. why our mind should be very clear. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് വളരെ വ്യക്തമായിരിക്കണം. Christianity is not a hocus pocus living. ആ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ഓക്കസ് ഫോക്കസ് ജീവിതമല്ല. It has to be a righteous living അത് നീതിയായിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം. in the standard of Jesus Christ. യേശു കർത്താവിന്റെ അതേ സ്റ്റാൻഡേർഡ്. So it says, little children, do not be deceived. കുഞ്ഞുങ്ങളെ ആരും തെറ്റിക്കരുത്. What you should do? എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? You should practice righteous living നിങ്ങൾ നീതി ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യണം. and follow whose standard? ആരുടെ സ്റ്റാൻഡേർഡിനാണ് ഫോളോ ചെയ്യേണ്ടത്? The standard of the righteousness of Jesus. യേശു കർത്താവിന്റെ സ്റ്റാൻഡേർഡിനെ നാം ഫോളോ ചെയ്യണം. Now further. മുൻപോട്ട് വായിക്കാം. He who sins So again it is continuation. Little children, let no one deceive you. He who sins is of the devil, is of whom? The devil. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. for the devil has sinned from the beginning. For the devil has sinned from the beginning. For this purpose, For this purpose. the Son of God is manifested, Again it is reminding. For this purpose, because we were all the children of whom? The devil. We were doing all the deeds of whom? The devil. We were following every lust of whom? Which the devil had. But for this reason, the Son of Man was manifested, that he might destroy the works that he might destroy the works of the devil. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. So we are all called for righteous living. നമ്മളെല്ലാവരും നീതിക്കായി ജീവിക്കുവാനാണ് That is വിളിക്കപ്പെട്ടിരിക്കുന്നത്. the purpose that Jesus died for us on the cross. അതിനുവേണ്ടിയാണ്, ആ ഉദ്ദേശത്തിന് വേണ്ടി, കാരണത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ So മരിച്ചത്. until I do not die daily, നമ്മുടെ ജീവിതത്തിൽ അനുദിനം മരിക്കുന്നില്ല എങ്കിൽ I cannot live a righteous ഒരു living. നീതിയായിട്ടുള്ള ജീവിതം ജീവിക്കുവാൻ സാധ്യമല്ല. So that is what we have to know. അതാണ് നമുക്ക് അറിയേണ്ടത്. That it is our hunger and thirst to live for righteousness. നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന ജീവിതമായിരിക്കണം. So let us all be very serious in our Christian living. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി So ജീവിക്കണം. what is Christian living? Righteous living. എന്താണ് നീതിയായിട്ടുള്ള ജീവിതം? As Jesus said, യേശു കർത്താവ് പറഞ്ഞതുപോലെ that our righteousness should exceed the righteousness of the Pharisees and the scribes. നമ്മുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ We കവിഞ്ഞിരിക്കണം. need to hunger and thirst for നാം righteousness. നീതിക്ക് വേണ്ടി വിശന്ന് And ദാഹിക്കുന്നവരായിരിക്കണം. then Jesus talks about the practical living. അതിനുശേഷം യേശു കർത്താവ് പ്രാവർത്തിക ജീവിതത്തെ കുറിച്ച് പറയുന്നു. Anything that you want to give to God, എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കണമെങ്കിൽ God is not pleased in your giving. ദൈവം നമ്മുടെ കൊടുക്കലല്ല പ്രസാദിക്കുന്നത്. God is pleased in your living and giving. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ നാം കൊടുക്കുന്നതാണ് പ്രസാദിക്കുന്നത്. That is why Jesus said that if you want to give your gift to the altar, ആ യാഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ, if you have anything against your brother, എന്തെങ്കിലും നിങ്ങളുടെ സഹോദരന് വിരോധമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, the gift is not important. ആ വഴിപാടല്ല Your പ്രധാനമായിരിക്കുന്നത്. reconciliation with your brother is important. ആ സഹോദരന്മായിട്ടുള്ള നിരപ്പാണ് ഏറ്റവും This is the പ്രധാനമായിരിക്കുന്നത്. righteous living. ഇതാണ് നീതിയായിട്ടുള്ള ജീവിതം. Jesus said, if യേശു you pray, if you fast, if you give,
യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ കൊടുക്കുമ്പോൾ. Because chapter 6 talks about your charitable deeds. 6-ാം അധ്യായം തുടങ്ങുന്നത് ചാരിറ്റബിൾ ആയിട്ടുള്ള പ്രവർത്തികളെ കുറിച്ച് If you പറഞ്ഞുകൊണ്ടാണ്. give any charitable deeds, എന്തെങ്കിലും ചാരിറ്റബിൾ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ let not your hand even know. നിങ്ങളുടെ കൈകൾ തന്നെ അന്യോന്യം അറിയരുത്. So when you do something, നമ്മൾ എന്തെങ്കിലും പ്രവർത്തികൾ the ചെയ്യുമ്പോൾ Pharisees are doing much more. ആ പരീശന്മാർ അതിനപ്പുറമായിട്ട് കാര്യങ്ങൾ But ചെയ്തു. your righteousness should increase, should exceed the righteousness of the Pharisees. പരീശന്മാരുടെ നീതിയെക്കാളും നിങ്ങളുടെ നീതി കവിഞ്ഞിരിക്കണം. They are doing it for a purpose for the people to know. അവർ മറ്റുള്ളവർ അറിയുവാൻ വേണ്ടിയിട്ടുള്ള കാരണത്തിന് വേണ്ടിയാണ് അവർ But ചെയ്യുന്നത്. when you do, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ let the Father who sees in secret, ആ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ He പിതാവ്, will reward you openly. ആ കർത്താവാണ് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത്. Our charitable deeds, നമ്മൾ ഭിക്ഷ കൊടുക്കുമ്പോൾ, our prayer, നമ്മുടെ പ്രാർത്ഥന, our fasting, നമ്മുടെ ഉപവാസം it is not for pleasing men. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ It വേണ്ടിയല്ല. is not for doing a tick mark for God. ആ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് ടിക്ക് മാർക്ക് No, ചെയ്യുന്നതല്ല. it is അതങ്ങനെയല്ല. not any religious duties that we are doing. നമ്മൾ മതപരമായി ചെയ്യുന്ന ഒരു കർത്തവ്യങ്ങളുമല്ല. This is required for every one of us. ഇതെല്ലാം നമുക്ക് ആവശ്യമായിരിക്കുന്ന That is കാര്യമാണ്. our righteous living. അതാണ് നീതിയായിട്ടുള്ള ജീവിതം എന്ന് Then it പറയുന്നത്. says that if you are angry with anyone, നിങ്ങൾ ആരോടെങ്കിലും കോപിക്കുന്നുവെങ്കിൽ then you are deemed. If you say fool to anyone, you are deemed for hell. നിങ്ങൾ ഒരു മനുഷ്യനോട് മൂട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ന്യായവിധിക്ക് യോഗ്യനായി So തീരും. these are the things that we have to practice in our life. ഇതൊക്കെയുമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാക്ടീസ് ചെയ്യേണ്ടത്. We want to be so much filled with the knowledge of all the things, നമുക്ക് അനേകം ജ്ഞാനമായ കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. but forgetting the basic principle that Jesus wanted us to live. പക്ഷേ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞ ശരിയായിട്ട് ജീവിക്കുവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാം മറന്നു പോകുന്നു. We have to follow this. ഇത് കാര്യങ്ങളാണ് നാം അനുഗമിക്കേണ്ടത്. This is called righteous living. ഇതാണ് നീതിയായിട്ടുള്ള ജീവിതം. James says in chapter 1, യാക്കോബ് 1-ാം അധ്യായത്തിൽ പറയുന്നു, verse 19 and 20. അതിന്റെ 19-20 വാക്യങ്ങൾ. ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസം ഉള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ, it does not produce the righteousness of God, is what is written. Read in English. So then, my beloved brethren, let every man be swift to hear, so it is not about one or two. Let every man should have the characteristics and nature and behavior. How? They should be swift to hear and slow to speak. Yeah, slow to. Slow to. No. Swift to hear, slow to speak. Come on, I'm reading my Bible. They are swift to hear, slow to speak, and slow to wrath. ഏത് മനുഷ്യനും Okay, you continue to read. Okay, I thought you were correcting me. So they have to swift to hear, കേൾക്കുവാൻ വേഗത, slow to speak, പറയുവാൻ താമസം, and slow to wrath. കോപത്തിന് താമസവും. This is a change that we need to have. ഇതൊരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ The ഉണ്ടാകേണ്ടത്. reason is we can see it cropping in our lives day in and day out. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയും അനുദിനം മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. The wrath of man does not produce മനുഷ്യന്റെ കോപം the righteousness of God. ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. So if you see lot of things that we can see in James that talking about practical Christian living. പ്രാവർത്തികമായ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ അനേകം കാര്യങ്ങൾ പറയുവാൻ കാണുന്നുണ്ട്. Because as we know that James is taking the passage of Matthew 5, 6, 7. നമുക്കറിയാവുന്നത് പോലെ യാക്കോബ് മത്തായി സുവിശേഷം 5, 6, 7 കാര്യങ്ങളൊക്കെ And he tries to put in a practical context in the time when he was writing this. തന്റേതായ കാലഘട്ടത്തിൽ താൻ ഏത് കാര്യങ്ങൾ എഴുതുമ്പോൾ പ്രാവർത്തികമായ രീതിയിൽ ഇതിനെ പറഞ്ഞു That is why കൊടുക്കുന്നു. when you read James, the epistle of James, യാക്കോബിന്റെ ലേഖനം നാം വായിക്കുമ്പോൾ you can see many of these actions that is repeated here. അനേക ഈ പ്രവർത്തികളുടെ കാര്യങ്ങളൊക്കെയും ഇവിടെ റിപ്പീറ്റ് In ചെയ്യുന്നു. the context of the times that they were in. അവർ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് അനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെയും പറയുന്നു. So coming back,
പിന്നെ നാം മടങ്ങി വരുമ്പോൾ righteous living. നീതിയായിട്ടുള്ള ജീവിതം. So Jesus said, യേശു കർത്താവ് പറഞ്ഞു, what is righteous living? എന്താണ് നീതിയായിട്ടുള്ള That is ജീവിതം? what we have to pursue for. അതിനെയാണ് നാം പിന്തുടരേണ്ടത്. Our hunger and thirst should be there. നമ്മുടെ വിശപ്പും ദാഹവും അതിനു വേണ്ടി And ഉണ്ടാകണം. in the Bible, there is a lot of benefits of following righteousness. ആ നീതിയെ പിന്തുടരുന്നതിന് അനേകം ബെനിഫിറ്റ്സുകൾ ദൈവത്തിന്റെ There വചനത്തിൽ are പറയുന്നു. so many benefits about righteous living. നീതിയെ കുറിച്ചുള്ള അനേകം ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ Because you പറയുന്നു. may think that why, okay, what is the benefit? The one is definitely to enter the kingdom of God, you need to have a righteous living. ഒന്നാമത്തെ കാര്യം ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് ഒന്ന് സ്വർഗരാജ്യത്തിൽ കടക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. Okay, so don't forget that. അത് നാം മറന്നു പോകരുത്. Okay, if you want to remember one more thing, Romans chapter 14, verse 17, it says, the kingdom of heaven is not food. Sorry. Kingdom of heaven is not eating and drinking, but righteousness and peace and joy in the Holy Ghost, in the Holy Spirit. Yeah. റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവും ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. പരിശുദ്ധാത്മാവിൽ സന്തോഷവും. So it is righteousness, peace and joy in the Holy Spirit. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. So the lifestyle of the kingdom of God. ദൈവരാജ്യത്തിന്റെ ജീവിത രീതി എന്ന് So പറയുന്നത് which is that lifestyle? എന്താണ് ആ ജീവിത രീതി? That lifestyle is now. ആ ജീവിത രീതി ഇപ്പോഴാണ്. We will not have any gospel teaching in the kingdom of heaven when Christ comes. യേശു കർത്താവ് കടന്നു വരുമ്പോൾ ദൈവരാജ്യത്തിൽ പിന്നെയും സുവിശേഷത്തെ കുറിച്ചുള്ള പഠിപ്പിക്കലില്ല. So one thing you have to know, there is no Bible study after that. അതിനുശേഷം Once Christ comes, there is no Bible study. കർത്താവ് in heaven. വന്നതിന് ശേഷം സ്വർഗത്തിൽ ബൈബിൾ സ്റ്റഡി ഇല്ല. There is no again talk about or discussion about righteous living. നീതിയായിട്ടുള്ള ജീവിതത്തെ കുറിച്ചുള്ള സംസാരവും ഡിസ്കഷനും അവിടെ We will all be in glorious bodies, നമ്മളെല്ലാവരും തേജസ്കരിക്കപ്പെട്ട and ശരീരത്തോടെ we will see him as he is, നാം കർത്താവ് ആയിരിക്കുന്നത് പോലെ തന്നെ and കാണും. we will be like him. നമ്മൾ ഓരോരുത്തരും കർത്താവിനോട് സദൃശന്മാരാകും. Nobody will teach anyone. നമ്മൾ ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും Nobody will say what to do. എന്താണ് ചെയ്യേണ്ടതെന്ന് ആരും They will പറഞ്ഞു. always be with the Lord forever. നമ്മൾ എന്നും കർത്താവിനോട് കൂടെയായിരിക്കും. But this righteous living is required where? പക്ഷെ നീതിയായിട്ടുള്ള ജീവിതം എപ്പോഴാണ് It's ആവശ്യമായിരിക്കുന്നത്? now. അത് ഇപ്പോഴാണ് So ആവശ്യമായിരിക്കുന്നത്. it is now that we need to follow. ഇപ്പോഴാണ് നാം അതിനെ It's പിന്തുടരേണ്ടത്. now that we need to read and see that yes, this is what I need to do. നാം ഇപ്പോഴാണ് അതിനെ വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴാണ് ചെയ്യേണ്ടത്. So let us all desire for this നമ്മളെല്ലാവരും ഇതിനു വേണ്ടി ആഗ്രഹിക്കും. as a church together, ദൈവസഭയെ ഒരുമനമായി including me, എന്നെയും ചേർത്തുകൊണ്ട് that Lord, I want to be perfect in each of these areas, കർത്താവെ എന്റെ ഈ ഓരോ ഭാഗത്തും കർത്താവെ തികയുവാൻ എന്നെ in സഹായിക്കണം. each of my actions. എന്റെ ഓരോ പ്രവർത്തികളിലൂടെ I need to be having that righteous living, ഒരു നീതിയായിട്ടുള്ള ജീവിതം എനിക്ക് ഉണ്ടാകണം. because reason is unless I do not have this, ഈ ഒരു കാര്യം എന്നിൽ ഇല്ലാത്തിടത്തോളം കാലം I will not have the kingdom of heaven. ദൈവരാജ്യത്തിന് ഞാൻ യോഗ്യനല്ല. So if I am part of the kingdom of heaven, ആ ദൈവരാജ്യത്തിന്റെ ഒരു we ഭാഗമാണ്. are all citizens of heaven. നമ്മളെല്ലാം സ്വർഗീയ As പൗരന്മാരാണ്. I said, ഞാൻ പറഞ്ഞതുപോലെ Christianity is standing out. Why? Because the acceptance is done much before. ആ ക്രിസ്ത്യാനിറ്റിയെ വേറിട്ട് നിൽക്കുന്നത് അതിന്റെ പ്രധാന കാരണം ആ സ്വീകരിക്കുക എന്ന് പറയുന്നത് നേരത്തെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. Because we are made into a relationship with God. നാം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആക്കപ്പെട്ടിരിക്കുകയാണ്. So we have been accepted. നമ്മളെ സ്വീകരിച്ചു കഴിഞ്ഞു. We have been given all the righteousness of God. ദൈവത്തിന്റെ എല്ലാ നീതി നമ്മുടെ മേൽ ആക്കി We കഴിഞ്ഞു. have justified before God, നാം ദൈവത്തിന് മുൻപാകെ just നീതിയാക്കപ്പെട്ടു. as if we have never sinned. നമ്മൾ ഒരിക്കലും പാപം ചെയ്യാത്തതുപോലെ Everything has been made for us, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നു. and now we are becoming part of the kingdom of heaven. നമ്മളിപ്പോൾ സ്വർഗരാജ്യത്തിന്റെ ഭാഗമായി So തീർന്നിരിക്കുകയാണ്. our lifestyle will be what? നമ്മുടെ ജീവിതത്തിന്റെ രീതി എന്താണ്? Our lifestyle will be kingdom of heaven is what? Righteousness, peace and joy in the Holy ആ Spirit. ദൈവരാജ്യത്തിന്റെ ആ ജീവിത രീതി എന്ന് പറയുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ So സന്തോഷം. that righteous living is a standard of kingdom of heaven. ആ നീതിയായിട്ടുള്ള ജീവിതം അതാണ് ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് എന്ന് So പറയുന്നത്. that is the reason why the exhortation is for the church to have the desire. അതുകൊണ്ടാണ് ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക. Let us all desire for this, അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. because all the other desires are all going to fade away. ബാക്കിയുള്ള നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അതെല്ലാം മാഞ്ഞു They പോകുന്നതാണ്. are all going to come to an end. അതെല്ലാം ഒരു അവസാനത്തിലേക്ക് കടന്നു വരും. So let us all tonight pray. ഈ രാത്രികൾ നമുക്ക് എല്ലാവരും ചേർന്ന് Let us പ്രാർത്ഥിക്കാം. desire for this. നമുക്ക് അതിനു വേണ്ടി
ആഗ്രഹിക്കാം. Lord, you died for me on the cross. കർത്താവെ, നീ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ You മരിച്ചു, bore all my sin, എന്റെ എല്ലാ സകല പാവങ്ങളെയും and ചുമന്നു. you did not commit any sin, കർത്താവ്, നീ ഒരു പാവവും ചെയ്തിട്ടില്ല. so that I can live a life അത് മുഖാന്തരം എനിക്കൊരു ജീവിതം, without sin. പാപമില്ലാത്ത ജീവിതം. Because earlier മുൻപ് I was under the power of sin. ഞാൻ പാപത്തിന്റെ ശക്തിയുടെ കീഴിലായി, I was under the power of the enemy, the devil. ശത്രുവാകുന്ന സാത്താന്റെ ശക്തിയുടെ But കീഴിലായിരുന്നു. you came on this earth. പക്ഷെ അങ്ങ് ഈ ഭൂമിയിലേക്ക് കടന്നു You വന്നത്, manifested അങ്ങ് yourself പ്രത്യക്ഷനായത് so that you can destroy the power of the enemy. ആ ശത്രുവിന്റെ ആ ബലത്തെ തകർക്കുവാൻ That you വേണ്ടി, can destroy the power of sin. ആ പാപത്തിന്റെ ശക്തിയെ തകർക്കുവാൻ വേണ്ടി. So that the word says that you are no longer under the dominion of sin. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ പാപത്തിന്റെ അധികാരത്തിന് കീഴിലല്ല. So I am not under the dominion of sin. ഞാൻ പാപത്തിന്റെ കീഴിലല്ല. I sin only because I have a desire to sin. ഞാൻ പാപം ചെയ്യുവാനുള്ള ഒരു ആഗ്രഹമുള്ളത് I കൊണ്ടാണ്. sin because I give myself to the temptation that comes. പാപം ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രലോഭനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ്. As the word of God says, ദൈവത്തിന്റെ വചനം പറയുന്നത്, he who commits sin commits lawlessness. പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു. So we are not supposed to do any sin. നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യുവാനുള്ള അനുവാദമില്ല. So let us all desire for this, ഈ രാത്രികാലം നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി ആഗ്രഹിക്കാം. that we will practice righteousness, നീതി ചെയ്യുവാൻ നമ്മൾ that ആഗ്രഹിക്കാം. we will practice a righteous living. നീതിക്കായിട്ടുള്ള ജീവിതം പ്രാക്ടീസ് And ചെയ്യുക. this life is possible ഈ ഒരു ജീവിതം സാധ്യമാണ്. because Christ made it possible for us. കാരണം കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി സാധ്യമാക്കി തീർത്തു. Let us all hunger and thirst for righteousness. നമുക്ക് എല്ലാവർക്കും നീതിക്കായി വിശുന്നതായിരിക്കാം. Tonight, as we are praying, ഈ രാത്രികാലം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ let this be our motto. നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലെ ലക്ഷ്യം ഇതായി And തീരട്ടെ. let us have a good testimony നമുക്ക് എല്ലാവർക്കും നല്ലൊരു സാക്ഷ്യം ഉണ്ടായി തീരട്ടെ. that we are walking before God, നമ്മളെല്ലാവരും ദൈവത്തിന് മുൻപാകെ നടക്കുന്നു. that we are walking blameless before God ദൈവത്തിന് മുൻപാകെ നിഷ്കളങ്കമായി നടക്കുന്നു. in this generation, ഈ ഒരു തലമുറയിൽ that we also can be said നമുക്കും ഇതോട് ചേർന്ന് പറയുവാൻ കഴിയും, that we are blameless. ഞങ്ങൾ കുറ്റമില്ലാത്തവരാണ്. There is no fault in us, ഞങ്ങൾക്ക് യാതൊരു കുറ്റവുമില്ല. and we are having a very deeper relationship with God. ഞങ്ങൾക്ക് ദൈവമായിട്ടൊരു ആഴമായ ബന്ധമുണ്ട്. Let us pray that God, you help us. കർത്താവെ, അങ്ങ് സഹായിക്കണമേ എന്ന് Let പ്രാർത്ഥിക്കാം. your word reach deeply, dwell in my heart, കർത്താവെ, അങ്ങയുടെ വചനം ആഴമായി എന്റെ ഹൃദയത്തിൽ വസിക്കണമേ. because you were manifested for me. കർത്താവെ, അങ്ങ് പ്രത്യക്ഷനായത് എനിക്ക് വേണ്ടിയാണ്. You died on the cross for me, കർത്താവെ, അങ്ങ് ക്രൂശിൽ മരിച്ചത് എനിക്ക് and വേണ്ടിയാണ്. you bore all my sins കർത്താവെ, എന്റെ സകല പാവങ്ങളും അങ്ങ് ചുമന്നു. so that I can live a righteous life. അതിന് മുഖാന്തരം ഒരു നീതിയുള്ള ജീവിതം ജീവിക്കുവാൻ. Lord, I do not want to waste the great privilege that you have given me, കർത്താവെ, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ഈ വലിയ ഭാഗ്യപതിയെ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. and I do not want to dishonor and degrade that what you have done for me. കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തത് അപമാനിക്കുവാനും അതിനെ താഴ്ത്തി കാണുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. Forgive me for any laziness and lethargic attitude that has come in my life. കർത്താവെ, എന്റെ ജീവിതത്തിൽ അലസമായി മടിയായിട്ട് കടന്നു വന്ന എല്ലാ മനോഭാവങ്ങളും ക്ഷമിക്കണമേ. Forgive me, Lord, that I have not been able to fight against sin. പാപത്തോട് പോരാടുവാൻ കഴിയാത്തതിനോട് ക്ഷമിക്കണമേ. Lord, as your word says, കർത്താവെ, ഞങ്ങളുടെ വചനം പറയുന്നത് പോലെ we want to pursue for righteousness, കർത്താവ്, നീതിക്ക് വേണ്ടി ഞങ്ങൾ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നു. so that, Lord, we can all be accepted in your kingdom. അത് മുഖാന്തരം അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കപ്പെടുക. Your desire to be my desire. കർത്താവെ, അങ്ങയുടെ ആഗ്രഹം ഞങ്ങളുടെ ആഗ്രഹമായി തീരുക. Your pleasure should be my pleasure. കർത്താവെ, അങ്ങയുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷമായി തീരുക. Lord, help, Lord, our lives to be pleasing and acceptable to you. കർത്താവെ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മുൻപാകെ സ്വീകരിക്കുവാനും അത് പ്രസാദകരമായി തീരുവാനും സഹായിക്കണമേ. Lord, we pray this prayer not for now, but forever, so that we will never move away from your word. കർത്താവെ, ഈ ഒരു പ്രാർത്ഥന ഇപ്പോഴത്തേക്ക് മാത്രമല്ല, അത് എന്നേക്കുമായുള്ള ഒരു പ്രാർത്ഥനയായി ഇതിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Holy Spirit, we ask of you to come in our lives and help us. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് It is പ്രാർത്ഥിക്കുന്നു. possible through the help of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഇത് ഞങ്ങൾക്ക് സാധ്യമാണ്. Help us to be obedient to you. കർത്താവെ, അങ്ങയോട് അനുസരണമുള്ളവരായി തീരുവാൻ സഹായിക്കണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.